ഹലോ നമസ്കാരം, എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ എന്റെ ഈ വീഡിയോക്ക് കിടക്കാം. ഇന്ന് ഞാൻ എന്റെ ഇല്ലത്താണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഞങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അമ്പലത്തേക്കൊക്കെ പോവാണ്. എന്റെ നാടും എന്റെ ഇല്ലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ബിസി ഡേ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ഇല്ലത്തുള്ള ഒരു 3-4 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത ഒരു വീഡിയോസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇല്ലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എന്നൊക്കെ പറയുന്ന സ്ഥലം കേട്ടോ. ഇത് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാറൊക്കെ നിർത്തുക. അപ്പം ഞാനും അച്ഛനും അമ്മയും കുട്ടികളും മാത്രമാണ് ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 കുട്ടികളും മുന്നിലിരുന്നു, ബാക്കി എല്ലാവരും പിന്നിലിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നാടും പോകുന്ന വഴിയും അമ്പലവും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പണ്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഈ വരമ്പത്ത് കൂടെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ മഴക്കാലത്ത് ഇങ്ങനെ ചളി ഇത് കൂടെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഈ വരമ്പത്ത് കൂടെ വേണം അറ്റത്തൊക്കെ എത്താൻ. മഴയത്ത് ചളി പിളിയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ പാവാടയിലേക്ക് ഇങ്ങനെ ചളി തെറിച്ചിട്ടൊക്കെ പോയിട്ടുള്ള കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളത് അമ്പലത്തേക്ക് എത്തി. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിലെത്തി. തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ തച്ചമൺ തൃക്കോവിൽ. ഇതാണ് ഞങ്ങളുടെ ശിവൻ്റെ അമ്പലം കേട്ടോ. അപ്പോൾ ഇവിടേക്കാണ് ഞാൻ ഇപ്രാവശ്യം തൊഴാൻ വന്നിരിക്കുന്നത്. തിരക്കൊന്നുമില്ല, അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അധികം തിരക്ക് എന്നൊന്നും പറയാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തൊഴുതിട്ട് വരാം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. അങ്ങനെ നമ്മൾ തൊഴുത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് നമ്മളുടെ അമ്പല കമ്മിറ്റിക്കാർ കേട്ടോ. പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ തൊഴുതൊക്കെ കഴിഞ്ഞ് നമുക്കിത് ഇല്ലത്ത് പോവാം. അപ്പോൾ നമ്മൾ ഇല്ലത്തേക്ക് പോവാണ് കേട്ടോ. അമ്മ വരുന്നില്ല. ആര്? ഓ ശരി, വേഗം ഇല്ലത്തേക്ക് പോകാം. അങ്ങനെ അച്ഛൻ ഞങ്ങളെ 4ആളെയും ഇല്ലത്ത് കൊണ്ടാക്കാണ് കേട്ടോ. അമ്മ വന്നില്ല. അമ്മയ്ക്ക് അവിടെ അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിശക്കുണ്ടായിരുന്നു അപ്പോഴേക്കും, നേരത്തെ നീച്ചതല്ലേ അതുകൊണ്ട്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ ചേച്ചി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശ, സാമ്പാർ, ചട്നി, കാപ്പി, ഇത്രയും സംഭവങ്ങൾ നമ്മൾ കഴിച്ചു. ഇനി നമ്മൾ വേഗം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷുവിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്പോർട്സ് ഡേ ആണ് നടക്കുന്നത്. അപ്പോൾ അവൻ്റെ ഓട്ടം ഉണ്ട്, ചെറുതിനില്ല, അക്ഷുവിനാണ് ഇന്ന് സ്പോർട്സ് ഡേ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെർപ്പളശ്ശേരി എത്തിയിരിക്കുകയാണ് കേട്ടോ. ചെർപ്പളശ്ശേരിയൊക്കെ ഉള്ളൊരു തിരക്കുണ്ട്, ഭഗവാനെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചെർപ്പളശ്ശേരി പണ്ടത്തെ കേട്ടോ. ഇപ്പോൾ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സ്കൂളിലെത്തി. അപ്പോൾ ഇവിടെ നമ്പറൊക്കെ ഒട്ടിച്ച് ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവനുള്ളത് ഷോർട്ട് പുട്ട്, ഓട്ടം, അങ്ങനെ കുറേ സംഭവത്തിനാണ് ഉള്ളത്.
അപ്പോൾ അതാ അവൻ ഓടി ക്ഷീണിച്ച് വന്നിട്ട് ഗ്ലൂക്കോസ് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഓട്ടാണ് കേട്ടോ. ഇതിന് അവന് 3rd കിട്ടിയുള്ളൂ. നന്നായിട്ട് ഓടും. ഫസ്റ്റൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ആ കുട്ടി രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് അവൻ 3rd ആയത്. ശരിക്കും നന്നായിട്ട് ഓടുന്ന കുട്ടിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇല്ലത്ത് പോയി. അത് കഴിഞ്ഞിട്ട് അപ്പുട്ടൻ ആദുവിനെ പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ. We keep some animals close to our homes or on farms. They are called pet animals. പിന്നെ ഡൊമസ്റ്റിക് അത് പഠിക്കണേ. മാർക്ക് ചെയ്യൂ പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടത് നിനക്കല്ല, അവനാണ് എക്സാം. അതെ, അത് എനിക്കറിയാം എന്താ പഠിക്കുക. അങ്ങനെ ശരി ശരി. We keep some animals at home. They are called pet animals. അങ്ങനെ ഞാൻ എൻ്റെ എഡിറ്റിംഗ് വർക്കിലേക്ക് കിടന്നു കേട്ടോ. കുട്ടികളവിടെ ഒളിച്ച് കളിക്കുകയുണ്ടായിരുന്നു എൻ്റെ പിന്നിൽ. ഞാനത് കണ്ടില്ല. ഒളിച്ചു കളിക്കുക. അങ്ങനെ ഇതാ നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. ചേച്ചി ഉണ്ടാക്കിയതാണ്. അടിപൊളി സ്വാദാണ്. ചേച്ചി ഇങ്ങനത്തെ ഫുഡൊക്കെ നന്നായിട്ടുണ്ടാക്കും. ബിരിയാണി അതൊക്കെ നല്ല സ്വാദാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഗോബി മഞ്ചൂരിയനും ദാലിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. ഇത് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ എടുത്ത് ഹാളിലേക്ക് വന്ന് ബിഗ് ബോസും വെച്ചിട്ട് സുഖമായിട്ടിരുന്ന് കണ്ടു. അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതൊരിക്കും. ബൈ.